അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കണവാത്തോരൻ്റെ റെസിപ്പി ആയാലോ. നമ്മളിവിടെ അതിന് കണവയെന്ന് പറയും, വേറൊരു പേരും കൂടിയുണ്ട്, അതായത് കൂന്തൽ എന്നും അറിയപ്പെടും. നമുക്കെങ്കിൽ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മളിവിടെ ചതച്ച് മാറ്റി വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, സവാള ഇത്രയും ചേർത്ത് നല്ല വൃത്തിയാണ് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കറികളിലൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമുണ്ട്. അതെന്താണ്? നമ്മളുടെ കറിയാപ്പല. ആ കറിയാപ്പലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല വൃത്തിയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വാടിയാൽ മാത്രം മതി, നല്ല കണക്ക് ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ട് നല്ല വൃത്തിയാണ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്ന ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ലേശം ഇട്ടാലും മതി. നിങ്ങൾക്ക് മഞ്ഞ കളറിൽ തോരൻ ഇരിക്കണമെങ്കിൽ ലേശം മുളക് പൊടി ചേർത്താൽ മതി. ഞാൻ ഇവിടെ 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. അതും നല്ല അണക്ക് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ല വൃത്തിയാണ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക. നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ കണവ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് കൂന്തലെന്നും അറിയപ്പെടും. നമുക്കത് അതിനകത്തേക്ക് ചേർത്ത് നല്ല വൃത്തിയാണ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അത് നല്ല കണക്കൊന്ന് ഇളക്കി വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലേശം ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതും ഒഴിച്ചു നമ്മൾ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. കണവയ്ക്ക് വേവ് കുറവാണ്. നമ്മൾ തോനെ നേരം വേവിച്ചു കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആവും. അതുകൊണ്ട് നമുക്ക് കണവ അധികം അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ വെള്ളം ഒന്ന് പറ്റി വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ തിരികെ വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് നല്ല അണക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ആ വെള്ളം ഈർപ്പം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കി ആ വെള്ളമെല്ലാം വറ്റി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ലേശം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മസാലപ്പൊടിയും കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്താൽ മതി. കുരുമുളക് പൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ഉള്ളവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല കണക്ക് നമുക്ക് ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചു എടുക്കാവുന്നതാണ്. ഇതാണ്ട് സ്വാദിഷ്ടമായ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം, സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല സൂപ്പർ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുള്ളവർ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതുകൊണ്ട് ഇവിടെ നമ്മളുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ള. എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.